തന്നെ സ്കിന്ന് നന്നായിരിക്കാനും മുടി നമ്മുടെ സ്കിന്നിൻ്റെ ഗ്ലോയിങ്ങിനും ഹെയർ ഗ്രോത്തിനും ഒക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ജ്യൂസാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അത് തന്നെ ഹോം മെയ്ഡ് ഗ്ലൂട്ടാതയോൺ ജ്യൂസ്. ഹലോ, വെൽക്കം ടു കീസ് ഗാലറി. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോ എന്താണെന്നറിയോ? നമ്മളുടെ സ്കിന്നിൻ്റെ ഗ്ലോയിങ്ങിനും ഹെയർ ഗ്രോത്തിനും ഒക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ജ്യൂസാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. ഇത് ഇൻസ്റ്റഗ്രാമിലൊക്കെ കുറേ പേര് വീഡിയോസ് ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഓർത്തു നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന്. എന്താണെന്നല്ലേ? അത് തന്നെ ഹോം മെയ്ഡ് ഗ്ലൂട്ടാതയോൺ ജ്യൂസ്. ഇത് നേരത്തെ ഞാൻ ട്രൈ ചെയ്തിട്ടോ കഴിച്ചിട്ടോ ഒന്നുമില്ല. അപ്പോൾ ഞാനും ഫസ്റ്റ് ടൈമാണ് ചെയ്ത് നോക്കാൻ പോണത്. പക്ഷേ ഇതിൽ യൂസ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് ആണെങ്കിലും നമ്മളുടെ ഹെൽത്തിന് ദോഷമുള്ളതൊന്നും ഇതിൽ യൂസ് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ധൈര്യമായിട്ട് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. അല്ലാതെ എനിക്ക് ഉറപ്പില്ലാത്ത കാര്യങ്ങളൊന്നും ഞാൻ വീഡിയോ ചെയ്യില്ല. അപ്പോൾ നമുക്ക് ഉണ്ടാക്കി നോക്കിയാലോ? അപ്പോൾ ഇതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ബാ. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മളുടെ ജ്യൂസിന് വേണ്ടുന്ന സാധനങ്ങൾ. ഇതെല്ലാം തന്നെ സ്കിന്ന് നന്നായിരിക്കാനും മുടി വളരാനും ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനും ഒക്കെ ഹെൽപ്ഫുള്ളായിട്ടുള്ള സാധനങ്ങളാണ്. അപ്പോൾ ഒരു ക്യാരറ്റ്, ഒരു ബീട്രൂട്ട്, 4 നെല്ലിക്ക, ഒരു ആപ്പിള്, എവിടെ പോയി, ഒരു പീസ് ഇഞ്ചി. ഇത്രയും വലിയ പീസ് വേണമെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ ഇത് ആ സാധനങ്ങളെല്ലാം കൂടെ 1/2 ഗ്ലാസ് വെള്ളവും ചേർത്ത് മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുത്തതാണ്. പിന്നെ നേരത്തെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു നാരങ്ങയുടെ ജ്യൂസും കൂടിയും ചേർക്കണം കേട്ടോ. നല്ല രസമുണ്ടല്ലേ കളർ കാണാൻ? ബീട്രൂട്ടിൻ്റെ റെഡ് കളറാണ് മുന്തി നിൽക്കുന്നതല്ലേ. ടേസ്റ്റിൻ്റെ കാര്യം എന്താണാവോ? അപ്പോഴേ നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ? ഇതെന്തായാലും ഫ്രീസറിലൊക്കെ വെച്ച് കട്ടിയായിട്ട് വരുമ്പോഴേക്കും ഇപ്പം എനിക്ക് എന്തായാലും നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്കിത് ഇങ്ങനെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. എന്തതിൻ്റെ ടേസ്റ്റ് എന്ന് അറിയാലോ. അത്ര ടേസ്റ്റൊന്നും ഇല്ല കേട്ടോ. നമ്മുടെ ബീട്രൂട്ടിൻ്റെയും ഇഞ്ചിയുടെയും നെല്ലിക്കയുടെയും ഒക്കെ ടേസ്റ്റ് എടുത്തറിയുന്നുണ്ട്. പിന്നെ നെല്ലിക്കയുടെയും ക്യാരറ്റിൻ്റെയും ഒന്നും അറിയില്ല കേട്ടോ. പിന്നെ ആപ്പിളിൻ്റെ ഒരു ചെറിയ മധുരമുണ്ട്. അപ്പോൾ ഇതിനി ഫ്രീസറിലൊക്കെ വെച്ച് തണുപ്പൊക്കെ വരുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവുമായിരിക്കും. എന്തായാലും നല്ല സ്കിന്ന് കിട്ടാൻ വേണ്ടിയിട്ടല്ലേ, നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഇത് നമ്മളുടെ ഐസ് ട്രേയിൽ ഒഴിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡെയിലി രാവിലെ ഓരോ ക്യൂബ്സ് ആയിട്ട് എടുക്കാം. എൻ്റെ കയ്യിൽ ഐസ് ട്രേ ഇല്ല, എൻ്റെ ഐസ് ട്രേ പൊട്ടിപ്പോയി. അതുകൊണ്ട് ഞാൻ ഒരു ഐസ്ക്രീമിൻ്റെ ബോക്സ് എടുത്ത് അതിലോട്ടാണ് ഒഴിച്ച് വയ്ക്കുന്നത്. എന്നിട്ട് നമുക്ക് ഫ്രീസറിൽ വെച്ചാൽ ഇത് ഓരോ സ്കൂപ്പായിട്ട് വേണമെങ്കിൽ രാവിലെ എടുത്ത് കഴിക്കാമല്ലോ. ഞാൻ എന്തായാലും 2 നേരം ട്രൈ ചെയ്ത് നോക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് കേട്ടോ. ചെറിയ ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്തിട്ടാണ് ഇത് കഴിക്കേണ്ടത്. പിന്നെ ഇത് യൂസ് ചെയ്തവരെല്ലാം ഭയങ്കര ഇഫക്റ്റീവ് ആയിട്ടുണ്ട്, നല്ല വ്യത്യാസം അറിയാനുണ്ട് എന്നാണ് പറഞ്ഞു കേട്ടത്. അപ്പോൾ എന്തായാലും നോക്കാം നമുക്ക് എന്തെങ്കിലും വ്യത്യാസം കാണുമെന്ന് അല്ലേ. ഇഫക്റ്റീവാണ്, നമുക്ക് സ്കിന്നിനൊക്കെ മാറ്റങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ, ചെറിയൊരു വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നമ്മളുടെ ഹെയർ കെയർ വീഡിയോ എൻ്റെ 1-2 ഫ്രണ്ട്സൊക്കെ ട്രൈ ചെയ്തു, നല്ല റിസൾട്ട് ഉണ്ടെന്ന് പറഞ്ഞു. നിങ്ങൾ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ കാണണം, ട്രൈ ചെയ്യണം. അപ്പം ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.